സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ പെരുന്നാൾ നമസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റി ഈദ്ഗാഹിൽ നിന്ന് റിനു സുധ തത്സമയം ചേരുന്നു അവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങൾ പറയാൻ. ഗുഡ് മോർണിംഗ് റിനു, ഈദ് മുബാറക്, പറയൂ. ഈദ് മുബാറക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് കമലേശ്വരം ഇസ്ലാമിക് സ്റ്റഡീസ് സെൻറ്റർ സംഘടിപ്പിച്ചിരിക്കുന്ന സിറ്റി ഈദ്ഗാഹ് നടക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ നമസ്കാരത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു മാസത്തെ വ്രതശുദ്ധി, അതിനുശേഷമുള്ള സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ ആത്മസമർപ്പണം, അത് തന്നെയാണ് ചെറിയ പെരുന്നാൾ എന്നാണ് ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നമസ്കാര പന്തലൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമസ്കാരം ആദ്യഘട്ടം അവസാനിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിശ്വാസികൾ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പിറ കാണുന്നതും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം വരുന്നതും. ഇന്നാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത്. അതിനുശേഷം ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കത്തിലുമായിരുന്നു ഇസ്ലാം മത വിശ്വാസികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ചെറിയ പെരുന്നാൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഈ സിറ്റി ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തൊട്ടപ്പുറത്ത് മണക്കാട് വലിയ പള്ളിയിലും അതുപോലെ തന്നെ ചെറിയ പള്ളിയിലും, ഒപ്പം ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്ത് ചന്ദ്രനായർ ശേഖർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഈദ്ഗാഹ് പുരോഗമിക്കുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ പ്രാദേശിക മേഖലകളിലടക്കം വിശ്വാസികൾ വലിയ ആഘോഷത്തോടുകൂടി ആ ചെറിയ പെരുന്നാളിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. 29-ാം നാളാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അവരുടെ ഒരു പ്രാർത്ഥനാ ദിനമാണ്. ഈ വെള്ളിയാഴ്ച തന്നെയാണ് ചെറിയ പെരുന്നാൾ വന്നെത്തിയത് എന്നുള്ളതാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വലിയ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെറിയ പെരുന്നാൾ വലിയ ആഘോഷമാക്കി മാറ്റുക തന്നെയാണ് വിശ്വാസികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.